Hello everybody, welcome to English speaking course. ഇന്ന് നമുക്ക് കുറേ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിച്ചു കഴിഞ്ഞത് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ബിക്കോസ് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനുള്ള സ്കോപ്പില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ റെഗുലർലി കണ്ട് കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇംപ്രൂവിങ് യുവർ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ പറയാറില്ലേ, വരൂ എന്നെ സഹായിക്കൂ. We can say, come help me. Please repeat, come help me. 10 വരെ എണ്ണുക. Count to 10. Or we can also say count till 10. Count till 10 or count to 10. ചോദിച്ചതിന് നന്ദി. Thanks for asking. Please repeat, thanks for asking. വീണ്ടും ചെയ്യുക. Do it again. Please repeat, do it again. Do it again. മനസ്സിലാക്കാൻ ശ്രമിക്കുക. Try to understand. Try to understand. മറ്റെവിടെയെങ്കിലും പോകൂ. Go somewhere else. Go somewhere else. വേഗം വീട്ടിൽ പോ അല്ലെങ്കിൽ വേഗം വീട്ടിൽ പോകൂ. Go home quickly. Go home quickly. എല്ലാം നന്നായി നടന്നു. Everything went well. Everything went well. മുറുകെ പിടിക്കൂ. Hold on tight. Hold on tight. Please repeat, hold on tight. ആദ്യം വായിക്കുക. Read it first. Read it first. Read it first. നമ്മളുടെ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഒക്കെ ആരെങ്കിലും മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാറില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാം, think it over. Think it over. Please repeat, think it over. ആരും മിണ്ടിയില്ല. No one spoke. No one spoke. അധികം ദൂരം പോകരുത്. Don't go too far. Don't go too far. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. It is very difficult. It is very difficult. അങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം. How was your day? How was your day? ഇനി വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു, വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കാൻ ഡേൻ്റെ പകരം അവിടെ വീക്കെൻഡ് അല്ലെങ്കിൽ വെക്കേഷൻ ചേർത്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഹൗ വാസ് യുവർ വെക്കേഷൻ? ടൂറൊക്കെ കഴിഞ്ഞ് വന്നതാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഹൗ വാസ് യുവർ ടൂർ? സോ നമുക്ക് ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ സെയിം സെൻറ്റൻസിൻ്റെ ചെറിയ പാറ്റേൺ മാറ്റിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചോദിക്കും പറയും ചെയ്യാം. അതുകൊണ്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ ഗ്രാമർ പഠിച്ച് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വളരെ പാടാണ്. വൺസ് യു സ്റ്റഡി ദ പാറ്റേൺ, വൺസ് യു സ്പീക്ക് ഔട്ട്, യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ പറയാറില്ലേ, ഞാൻ കാശ് കൊടുക്കും. വി ക്യാൻ സേ I'll pay, or else we can either say let me pay. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. Sometimes it happens. Sometimes it happens. ഒരു കപ്പ് കൂടി കുടിക്ക്. Have another cup. Have another cup. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. Ask your question. Ask your question. എന്താ നിന്റെ സംശയം? What's your doubt? What's your doubt? മിക്കവാറും എല്ലാവരും വന്നു. Almost everyone came.
ഒരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ ഒക്കെ നടന്നതിന് ശേഷം നമ്മൾ പറയാറില്ലേ, അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഓൾമോസ്റ്റ് എവ്രി വൺ കെയിം. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, ബട്ട് പ്ലീസ് കീപ് വാച്ചിങ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി യൂസ്ഫുൾ ഫോർ യു ഓൾ. വിശ്രമിക്കാൻ ശ്രമിക്കുക. Try to relax. Try to relax. വേഗം ചെയ്യൂ or വേഗം ചെയ്യുക. Make it quick. Make it quick. We can also say do it fast. Do it fast. എന്തും സംഭവിക്കാം. Anything could happen. Anything could happen. ഒന്നും ശരിയായി തോന്നുന്നില്ല. Nothing feels right. Nothing feels right. ഇത് എടുത്തോളൂ. Take this one. Take this one. എന്തോ കുഴപ്പം സംഭവിച്ചു. Something went wrong. Something went wrong. എല്ലാം ഒരുപോലെ തോന്നുന്നു. Everything looks same. Everything looks same. ഈ വഴി നോക്ക്. Look this way. Look this way. ഒന്നും മാറിയിട്ടില്ല. Nothing has changed. Nothing has changed. ഒരു തീരുമാനം എടുക്കുക. Make a decision. Make a decision. എന്നെ നോക്കരുത്. Don't look at me. Don't look at me. ഞാൻ പോയി ക്ഷമ ചോദിക്കാം. I'll go and apologize. I'll go and apologize. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. I didn't do anything. I didn't do anything. നിനക്കെന്താണ് ഇത്ര ദേഷ്യം? Why are you so angry? Why are you so angry? എനിക്ക് ഇപ്പോൾ പോകണം. I have to go now. I have to go now. എവിടെയെങ്കിലും പോകുകയാണോ? Are you going somewhere? Are you going somewhere? കുറച്ചു നേരം നിൽക്കൂ. Stay a while. Stay a while. എന്നെ ഒഴിവാക്കരുത്. Stop avoiding me. Stop avoiding me. എവിടെ പോകണം? Where to go? Where to go? ധൃതി കൂട്ടരുത്. Don't be hasty. Don't be hasty. ഇരിക്കൂ. Take a seat. Take a seat. അത് ഇവിടെ കൊണ്ടുവാ. Bring that here. Bring that here. Remote കൊണ്ടുവരൂ. Get the remote. Or you can also say bring the remote. Bring the remote or get the remote. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പോയി കിടന്നോ? Go to bed. Go to bed. ഞാൻ പൂർത്തിയാക്കട്ടെ. Let me finish. Let me finish. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അതിൻ്റെ ഇടയിൽ കയറി ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. Let me finish. ഞാൻ പൂർത്തിയാക്കട്ടെ. അതുകൂടാതെ നമ്മൾ എന്തെങ്കിലും കാര്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും ഇടയിൽ വന്നിട്ട് ഇൻ്റർഫിയർ ചെയ്താൽ നമ്മളെ ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാലും നമുക്ക് പറയാം ഞാൻ പൂർത്തിയാക്കട്ടെ. Let me finish. നേരെ ഇരിക്ക്. Sit up straight. Sit up straight. യൂഷ്വലി നമ്മൾ കുട്ടികളോടാണ് ഇങ്ങനെ പറയാറുള്ളത്. പൂർണ്ണമായി അനങ്ങാതെ പിടിക്കുക. Hold perfectly still. Hold perfectly still. Please repeat. Hold perfectly still. വേഗം സുഖം പ്രാപിക്ക്. Get well soon. Get well soon.
വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. Nobody was home. Nobody was home. Please repeat. Nobody was home. ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. Nobody was around. Nobody was around. മിണ്ടാതെ പുറത്ത് വരൂ. Come out quietly. Come out quietly. ഡോക്ടറെ കാണിക്കൂ. Show the doctor. Show the doctor. Or we can also say consult the doctor. Consult the doctor. ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. Perhaps you misunderstood. Perhaps you misunderstood. ബാക്കി വെച്ചോളൂ. പൈസയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ചേഞ്ചൊക്കെ തിരിച്ചു തരുമ്പോൾ നമ്മൾ പറയാറില്ലേ, വേണ്ട ബാക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം കീപ് ദ ചേഞ്ച്. കീപ് ദ ചേഞ്ച്. ഇവിടെ നിൽക്കൂ. കീപ് സ്റ്റാൻഡിങ് ഹിയർ. കീപ് സ്റ്റാൻഡിങ് ഹിയർ. നിനക്ക് എന്നോട് ദേഷ്യമാണോ? ആർ യു ആംഗ്രി വിത്ത് മീ? ആർ യു ആംഗ്രി വിത്ത് മീ? അവൾ ആരാണ്? ഹൂ ഈസ് ഷീ? ഹൂ ഈസ് ഷീ? ചിലപ്പോഴൊക്കെ നമുക്ക് ദിവസം ഓർമ്മയില്ലെങ്കിൽ നമ്മൾ ചോദിക്കാറില്ലേ, ഇന്നെന്താണ് ദിവസം? നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാം, വാട്ട്സ് ദ ഡേ ടുഡേ? വാട്ട്സ് ദ ഡേ ടുഡേ? വാട്ട് ഈസിൻ്റെ കോൺട്രാക്ഷനാണ്. അതിൻ്റെ മറുപടിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇന്ന് എന്താണ് ദിവസം അതവിടെ പറയാം. ഫോർ എക്സാമ്പിൾ, ടുഡേ ഈസ് മൺഡേ. ടുഡേ ഈസ് മൺഡേ. ഞാൻ തിരിച്ച് വരും. I'll come back. I'll come back. I will എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്കത് ചുരുക്കിയിട്ട് I'll ചേർത്തിട്ട് പറയാം. If you want to learn more about contractions, do watch the video from the description box. Let's continue. ഒരു കാര്യം കൂടി. One more thing. ഒരു കാര്യം കൂടി. One more thing. എന്നെ സംശയിക്കരുത്. Don't doubt me. Don't doubt me. നീ അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? Where are you coming from? Where are you coming from? പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. Nothing special. Nothing special. ദോശ ഇഷ്ടമാണോ? Do you like ദോശ? Do you like ദോശ? ദോശേൻ്റെ പകരം നിങ്ങൾക്ക് ഏതൊരു സാധനം ഇഷ്ടമാണോ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ലൈക്ക് കഴിഞ്ഞിട്ട് അവിടെ ആ സാധനം ചേർത്ത് കൊടുത്താൽ മതി. ഡു യു ലൈക്ക് ഐസ്ക്രീം? ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ദയവായി ഇത് വേഗത്തിൽ ചെയ്യുക. പ്ലീസ് ഡു ഇറ്റ് ക്വിക്ക്ലി. പ്ലീസ് ഡു ഇറ്റ് ക്വിക്ക്ലി. നിങ്ങളുടെ സമയം പാഴാക്കരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. Don't waste your time. വളരെ വൈകി. It's too late. It's too late. ഇന്ന് വളരെ തണുപ്പാണ്. Today is very cold. Today is very cold. ഇനി വളരെ ചൂടാന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ hot എന്ന് പറഞ്ഞാൽ മതി. Today is very hot. Today is very hot. Hope this session was really useful for you all. Thanks for all your love and support. Right side le kande video click cheyidittu English koodal padikku. As always, keep supporting. Bye bye.